ഹായ് ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് നമ്മുടെ തിരൂരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ്. ഒരു കാലത്ത് MKS സമദ് മെമ്മോറിയൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടന്ന ഈ ഗ്രൗണ്ട്. അതിനുശേഷം 13 വർഷത്തിന് ശേഷമാണ് വീണ്ടും സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചത്. പിന്നെ TSAയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അതിഗംഭീരമായിട്ടുള്ള ഒരു മത്സരം ഈ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചത്. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുണ്ടായ കാരണം ഈ പ്രാവശ്യം ഇവിടെ കളി ഉണ്ടോ ഇല്ലേ എന്ന കൺഫ്യൂഷനിലാണ്. ഇതിനു മുമ്പ് റീൽസ് കണ്ടിരുന്നു നമ്മുടെ സെവൻസ് ഫുട്ബോൾ ടൂർണുമായി ബന്ധപ്പെട്ട് കളി ഇതിൻ്റെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തുള്ളൊരു റീൽസ്. പിന്നെ അതിനുശേഷം ആളുകളിൽ സംശയമുണ്ട് ഇനി തിരുരങ്ങാടിൽ ഈ പ്രാവശ്യം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഉണ്ടോ ഇല്ലേ എന്നതിനെക്കുറിച്ച്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഗാലറി 8 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ ഗാലറികളൊക്കെ തിങ്ങി നിറഞ്ഞിരിക്കും. കൗണ്ടർ ക്ലോസ് ചെയ്ത് നമ്മുടെ ഈ TSAയുടെ അന്നത്തെ അവിടുത്തെ മെയിൻ നമ്മുടെ അരിമ്പ്ര സുബൈർക്ക എന്നെ വിളിക്കും. ഇന്ന് 8 മണിക്ക് തന്നെ നമ്മുടെ കളി ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ടിക്കറ്റ് കഴിഞ്ഞിട്ട് ഗാലറി ഫുള്ളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആളുകൾക്ക് സ്ക്രീനിലോ അല്ലാതെയൊക്കെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. അത്രക്കും ഗംഭീരമായൊരു മത്സരമായിരുന്നു തിരുരങ്ങാടിയിൽ. അന്ന് നമ്മൾ ഞാൻ കഴിഞ്ഞ സീസണിൽ ഏകദേശം ഒരു 20ഓളം ഗാലറിയിൽ ഞാൻ പോയിട്ടുണ്ട്. ആ 20 ഗാലറിയിലും പോലെ ലൈവ് ചെയ്തിട്ടുണ്ട്. ആ ലൈവിലൊക്കെ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തൊരു ഗാലറിയാണ് തിരുരങ്ങാടി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ്. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടോ ഇല്ലേ എന്നതിൽ കൺഫ്യൂഷനിലാണ്. കാരണം ഈ പ്രാവശ്യം കളിയില്ല എന്ന് കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ മത്സരം കണ്ടിരുന്ന ഈ തിരുരങ്ങാടിയിൽ ഇതിൻ്റെ കളക്ഷന് നമുക്ക് ചാരിറ്റിക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാം, മറ്റു ഉയർന്നു വരുന്ന സ്പോർട്സുമായി തലമുറ യുവാക്കൾക്ക് വേണ്ടി പലതും നമുക്ക് ചെയ്യാൻ കഴിയും. ഈ ഒരു തിരുരങ്ങാടി ഈ സ്റ്റേഡിയത്തിലെ മത്സരം കൊണ്ട് ഒരിക്കലും നഷ്ടമില്ല, ലാഭമാണ്. കഴിഞ്ഞ സീസണിൽ ഞാൻ ലൈവ് ചെയ്ത പല സ്റ്റേഡിയങ്ങളുണ്ട്, മാവൂര് മുതൽ പല മേഖലകളിൽ. അവിടെയൊക്കെ നഷ്ടത്തിലായിരുന്നു ആ കമ്മിറ്റി ഓടിയിരുന്നത്. അത് ലക്ഷങ്ങൾ നഷ്ടത്തിലായിരുന്നു. കാരണം KMG മാവൂരിൻ്റെ കോഴിക്കോടുള്ള ആ ഒരു മത്സരം സീസണിൻ്റെ അവസാന ഘട്ടമായതുകൊണ്ട് തന്നെ ആൾ വളരെ കുറവായിരുന്നു. മഴ പെയ്തിട്ട് ആ ഗാലറിയും അതുപോലെ തന്നെ ഗ്രൗണ്ടും മഴ പെയ്ത് നിറഞ്ഞപ്പോൾ അത് അവിടുന്ന് മാറ്റി മറ്റു മേഖലയിൽ വെച്ച് അത് പൂർത്തീകരിക്കപ്പെട്ടു. നഷ്ടത്തിലാണെങ്കിൽ അങ്ങനെയുള്ള ഗ്രൗണ്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടത്തിലോടിയിട്ടുണ്ട്. പക്ഷേ തിരുരങ്ങാടിയെ സംബന്ധിച്ചതല്ല. എല്ലാ ദിവസവും ഏത് ലോക്കൽ ടീമിൻ്റെ മത്സരം നടക്കുമ്പോഴും ഇവിടുത്തെ ഗാലറി 8 മണിയാകുമ്പോൾ ഫുള്ളായിരുന്നു, ജനസാഗരമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ തിരുരങ്ങാടി ഈ സ്റ്റേഡിയത്തിൽ ഇപ്രാവശ്യം കളിയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞാൻ ഈ സീസണിൽ തന്നെ ഒരു 5-6 ഗാലറിയിൽ ഇപ്പോൾ പോയി. അവിടെ നിന്നൊക്കെ നമ്മൾ ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഈ പ്രാവശ്യം തിരുരങ്ങാടിൽ കളിയുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയം നിലനിൽക്കെ നമ്മുടെ തിരുരങ്ങാടിയുള്ള ആളുകൾ, തിരുരങ്ങാടിയുള്ള ഇതിൻ്റെ സംഘാടകർ ഇതിൻ്റെ കളി തുടങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തിരുരങ്ങാടി ഈ ഗ്രൗണ്ടിൽ വന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ നിർത്തരുത്, അത് ആരംഭിക്കണം. കാരണം 13 വർഷത്തിന് ശേഷമാണ് നമ്മുടെ കളി ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഗംഭീര വിജയമായിരുന്നു. നമ്മുടെ വാഹന പാർക്കിംഗ് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പരിഹരിക്കുക, സ്കൂളുമായി ബന്ധപ്പെട്ടോ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ചെറിയ അരവസരങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കളി നടക്കട്ടെ. നമ്മുടെ തിരുരങ്ങാടിയിൽ നമുക്കറിയാം ഈ പ്രദേശം ചന്തപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയാൽ നമ്മുടെ ഈ മേഖല സാംസ്കാരിക വിദ്യാഭ്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. തിരുരങ്ങാടി ചന്തപ്പടി ഭാഗത്ത് LP സ്കൂൾ, ഇവിടെ എന്നാൽ തിരുരങ്ങാടി ഹയർ സെക്കൻഡറി ഗവൺമെൻറ് സ്കൂൾ, അത് കഴിഞ്ഞാൽ ഓറിയൻ്റ് ഹൈസ്കൂൾ, പിന്നെ MKH ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞാൽ യത്തീംഖാന, പിന്നെ PSMO കോളേജ്. അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഈ പ്രദേശത്ത് ജനസാഗരം തീർത്ത് ഫുട്ബോൾ കളി നടക്കുന്ന ഈ പ്രദേശം മറ്റു വല്ല തടസ്സങ്ങളുമുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ല രീതിയിൽ എന്താണ് ഇതിന് പരിഹാരം, ആ പരിഹാരം കണ്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥനയോടെ ഞാൻ ഈ ഒരു സീസണിൽ തന്നെ ഈ ഗാലറിയിൽ നിങ്ങൾക്ക് ലൈവ് കാണിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ